സമ്പത്തിന്റെ പുറകെ ഓടി പാഞ്ഞ് നടക്കണ്ട. ദൈവ ഭയത്തിൽ ജീവിക്കുന്ന ഒരുവനെ തേടി സമ്പത്ത് വരും. യോജിക്കാൻ പറ്റുന്നോ? ഞാൻ ദൈവകൃപയിൽ ജീവിക്കും, ദൈവത്തെ ഭയന്ന് ദൈവകൃപയിൽ ഞാൻ ജീവിക്കും. ദൈവവചനം വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പോകത്തില്ല. ആ കൃപയിൽ ഞാൻ മുമ്പോട്ട് ചുവട് വെക്കുമെന്ന് ആര് തീരുമാനിക്കുന്നോ അവൻ്റെ തേടി സമ്പത്ത് വരും, അവനെ തേടി ഐശ്വര്യം വരും. ദൈവം തരുന്ന സമ്പത്തുണ്ട്. ദൈവം ആർക്കാ സമ്പത്ത് കൊടുക്കുന്നേ? ദൈവത്തെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്നവന് ദൈവം സമ്പത്ത് കൊടുക്കും. അത് ദൈവിക സമൃദ്ധി. എന്നാൽ ഈ ലോകവും സമ്പത്ത് കൊടുക്കും, അത് പൈശാചിക സമൃദ്ധി. കള്ളക്കടത്ത് നടത്തി പണം ഉണ്ടാക്കുന്നവനുണ്ട്, അത് ദൈവം കൊടുക്കുന്നതാണോ? അവന് സാത്താൻ കൊടുക്കുന്ന നന്മ സമ്പത്താണ്. ബിസിനസ്സിൽ കള്ളത്തരം കാണിച്ച് ബ്ലേഡിന് കൊടുത്ത്, ബ്ലേഡ് പലിശയ്ക്ക് കൊടുത്ത് സമ്പത്തുണ്ടാക്കുന്നവരുണ്ട്. അത് ദൈവം കൊടുക്കുന്ന സമ്പത്തല്ല, അത് സാത്താൻ കൊടുക്കുന്ന സമ്പത്താ. ഒരിക്കലും അവിടെ ഐശ്വര്യം ഉണ്ടാകത്തില്ല, അവിടെ ഒരിക്കലും ഒരു വർധന, ഒരു സമാധാനം ഉണ്ടാകത്തില്ല.